സെമസ്റ്റർ 2 സബ്ജക്റ്റ് കോഡ് 2022 മാനുഫാക്ചറിംഗ് ടെക്നോളജിയിലെ മൊഡ്യൂൾ 1 അതിൽ പാറ്റേൺസ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ചോദിക്കുന്നത് ടൈപ്സ് ഓഫ് പാറ്റേൺ, വിവിധ പാറ്റേണുകൾ ഏതെല്ലാം നമുക്ക് അറിയാം. വിവിധ പാറ്റേണുകൾ: സിംഗിൾ പീസ് പാറ്റേൺ, സ്പ്ലിറ്റ് പാറ്റേൺ, മാച്ച് പ്ലേറ്റ് പാറ്റേൺ, ഗേറ്റഡ് പാറ്റേൺ, ലൂസ് പീസ് പാറ്റേൺ, സ്വീപ്പ് പാറ്റേൺ എന്നിവയാണ് വിവിധ തരത്തിലുള്ള പാറ്റേണുകൾ. അതേമാതിരി മെറ്റീരിയലുകൾ: വുഡ് പാറ്റേൺ, വുഡ്, മെറ്റൽ, പ്ലാസ്റ്റിക്, പ്ലാസ്റ്റർ തുടങ്ങിയ മെറ്റീരിയലുകൾ നമ്മൾ പാറ്റേൺ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതേമാതിരി ആ ഓരോ മെറ്റീരിയലിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. പിന്നീട് പാറ്റേൺ അലവൻസ് ആണ്. പാറ്റേൺ അലവൻസുകൾ ഉള്ളത് ഷ്രിങ്കേജ് അലവൻസ്, ഡ്രാഫ്റ്റ് അലവൻസ്, മെഷീനിങ് അലവൻസ്, ഡിസ്റ്റോർഷൻ ഓർ കാമ്പർ അലവൻസ്, റാപ്പിംഗ് അലവൻസ് എന്നിവ പാറ്റേൺ അലവൻസുകളാണ്. നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ നമുക്ക് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു പാറ്റേണിൻ്റെ സഹായത്താൽ ഒരു ഹോളോ കാവിറ്റി ഉണ്ടാക്കുകയും ആ ഹോളോ കാവിറ്റിയിലേക്ക് മോൾട്ടൻ മെറ്റൽ ഒഴിച്ച് അതിനെ തണുപ്പിച്ചെടുത്ത് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കാസ്റ്റിംഗ് മീൻസ് എ പ്രോസസ് in which liquid metal is poured into a mold that contains a hollow cavity of desired shape and then allowed to cool and solidify. The solidified part is known as casting. അപ്പോൾ ഈ കാസ്റ്റിംഗ് സാധാരണയായിട്ട് മോൾഡിൽ നിന്ന് നമ്മൾ എജക്റ്റ് ചെയ്തെടുത്തിട്ടാണ് കാസ്റ്റിംഗ് നമുക്ക് കിട്ടാറ്. എന്താണ് പാറ്റേൺ? പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട പ്രോഡക്റ്റിൻ്റെ രൂപത്തിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയാം. പാറ്റേൺ ഈസ് എ റിപ്ലിക്ക ഓഫ് ദ ഓബ്ജക്റ്റ് ടു ബി കാസ്റ്റ്. കാസ്റ്റ് ചെയ്യേണ്ട ഓബ്ജക്റ്റിൻ്റെ പ്രതിരൂപത്തെ നമ്മൾ പാറ്റേൺ എന്ന് വിളിക്കും. യൂസ് ടു പ്രിപ്പയർ ദ കാവിറ്റി ഇൻ ടു ദ മോൾട്ടൻ മെറ്റൽ വിൽ ബി പോർഡ് ഡ്യൂറിങ് ദ കാസ്റ്റിംഗ് പ്രോസസ്സ്. കാസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് മോൾഡിൽ ഒരു, അതായത് നമുക്ക് മോൾട്ടൻ മെറ്റൽ ഉരുക്കി ഒഴിക്കാനുള്ള കാവിറ്റി ഉണ്ടാക്കാൻ വേണ്ട ഒന്നിനെയാണ് സാധാരണ നമ്മൾ പാറ്റേൺ എന്ന് പറയാം. പാറ്റേൺസ് യൂസ്ഡ് സാൻഡ് കാസ്റ്റിംഗ് മേ ബി മെയ്ഡ് ഓഫ് വുഡ്, മെറ്റൽ, പ്ലാസ്റ്റിക് ഓർ അതർ മെറ്റീരിയൽ. സാധാരണയായിട്ട് സാൻഡ് കാസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന പാറ്റേൺ മെറ്റീരിയലുകൾ വുഡ്, മെറ്റൽ, പ്ലാസ്റ്റിക് തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണയായിട്ട് പാറ്റേൺ നിർമ്മിക്കുന്നത്. നല്ലൊരു പാറ്റേൺ വേണ്ട ഗുണങ്ങൾ എന്തെല്ലാം? റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് പാറ്റേൺ: സെക്യൂർ ദ ഡിസൈഡ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ കാസ്റ്റിംഗ്. എപ്പോഴും ശരിയായിട്ടുള്ള ഷേപ്പും സൈസും കാസ്റ്റിങ്ങിൽ കിട്ടണം. ചീപ്പ് ആൻഡ് റെഡിലി റിപ്പയറബിൾ. ഈ മെറ്റീരിയൽ ചീപ്പായിരിക്കണം, നമുക്ക് റിപ്പയർ ചെയ്യാൻ, പാറ്റേൺ റിപ്പയർ ചെയ്യാൻ സാധിക്കണം. സിമ്പിൾ ഇൻ ഡിസൈൻ ഫോർ ഈസ് ഓഫ് മാനുഫാക്ചർ. മാനുഫാക്ചർ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഡിസൈൻ ആകണം. ലൈറ്റ് ഇൻ മാസ് ആൻഡ് കൺവീനിയൻറ്റ് ടു ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. ഹാൻഡിൽ ചെയ്യേണ്ട സൗകര്യത്തിന് വേണ്ടി മാസ്, അതല്ലെങ്കിൽ വെയിറ്റ് കുറവായിരിക്കണം. ഹാവ് ഹൈ സ്ട്രെങ്ത് ആൻഡ് ലോങ് ലൈഫ് ഇൻ ഓർഡർ ടു മേക്ക് ആസ് മോൾഡ് മെനി മോൾഡ്സ് ആസ് റിക്വയർഡ്. അതായത് ഒരുപാട് മോൾഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത്തും ലോങ് ലൈഫും ഉണ്ടാവണം. റിറ്റെയിൻ ഡയമെൻഷൻ ആൻഡ് റിജിഡിറ്റി ഡ്യൂറിങ് ദ ഡെഫിനിറ്റ് സർവീസ് ലൈഫ്. ഈ ഒരു സർവീസ് ലൈഫിൽ അതിൻ്റെ ഡയമെൻഷനും റിജിഡിറ്റിയും അതിൻ്റെ സർവീസ് ലൈഫ് മുഴുവൻ ഉണ്ടായിരിക്കണം. ഇറ്റ് സർഫസ് ഷുഡ് ബി സ്മൂത്ത് ആൻഡ് വെയർ റെസിസ്റ്റൻറ്റ്. സർഫസ് സ്മൂത്ത് ആയിരിക്കണം, വെയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും, തേയ്മാനം ഉണ്ടാവാൻ പാടില്ല. ഏബിൾ ടു വിസ്റ്റാൻഡ് റഫ് ഹാൻഡ്ലിങ്ങിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാവണം. ഇനി വിവിധ തരത്തിലുള്ള പാറ്റേണുകളെ കുറിച്ച് നമുക്ക് നോക്കാം. വിവിധ തരത്തിലുള്ള പാറ്റേൺ: സിംഗിൾ പീസ് പാറ്റേൺ, or solid pattern. It is the simplest of all pattern is made in one piece and carries no joints, partition or loose pieces. The pattern is cheap and it's best suited for limited production only. ചെറിയ കുറച്ച് പ്രൊഡക്ഷൻ
വസ്തുക്കൾക്ക് അതേമാതിരി സിമ്പിളായിട്ടുള്ള ഓബ്ജക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഈ സിംഗിൾ പീസ് അല്ലെങ്കിൽ സോളിഡ് പീസ് പാറ്റേൺ ഉപയോഗിക്കാറ്. സിൻസ് ഇറ്റ് മോൾഡിംഗ് ഇൻവോൾവ്സ് എ ലാർജ് നമ്പർ ഓഫ് മാനുവൽ ഓപ്പറേഷൻ ലൈക്ക് ഗേറ്റ് കട്ടിംഗ്, പ്രൊവൈഡിങ് റണ്ണർ ആൻഡ് റൈസേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിംഗിൾ പീസ് പാറ്റേണിൻ്റെ ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ ഇതിന് വേണ്ടി നമ്മൾ കാസ്റ്റിംഗ് എടുക്കുന്നതിനും അതായത് മോൾഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാനുവൽ ഓപ്പറേഷൻസ് അതായത് ഗേറ്റ് കട്ടിങ്, റണ്ണർ, റൈസർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാനുവൽ വർക്കുകൾ വേണ്ടി വരും എന്നുള്ളത് ഇതിൻ്റെ ഒരു അപാകതയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് വളരെ കുറച്ച് കാസ്റ്റിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഈ സോളിഡ് പാറ്റേൺ ഉണ്ടാക്കുക. ബട്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അടുത്ത ഒരു ടൈപ്പ് പാറ്റേൺ ആണ് സ്പ്ലിറ്റ് ഓർ ടു പീസ് പാറ്റേൺ. ദീസ് പാറ്റേൺസ് ആർ യൂസ്ഡ് ഫോർ ഇൻട്രിക്കേറ്റ് കാസ്റ്റിംഗ് ഓഫ് അൺയൂഷ്വൽ ഷേപ്പ്. അതായത് ഒരു സിംഗിൾ പീസ് പാറ്റേൺ അല്ലെങ്കിൽ സോളിഡ് പാറ്റേൺ കൊണ്ട് നിർമ്മിക്കാൻ പറ്റാത്ത കോംപ്ലക്സായ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടു പീസ് പാറ്റേൺ ഉണ്ടാക്കുക. ദേ ആർ മെയ്ഡ് ഓഫ് ടു ഹാഫ്. രണ്ട് ഹാഫായിട്ടാണ് സാധാരണ ഉണ്ടാവുക. രണ്ട് പാർട്ട് അല്ലെങ്കിൽ രണ്ട് ഹാഫുകളായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടത്തക്ക വിധത്തിൽ. അപ്പോൾ ഈ രണ്ട് പീസും കൂടി ഒരു ഡുവൽ പിന്നിൻ്റെ സഹായത്താൽ ജോയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ടാവുക. വൈൽ മോൾഡിങ് വൺ ഓഫ് ദ പാറ്റേൺസ് ആർ കണ്ടെയ്ൻഡ് ബൈ ദ ഡ്രാഗ് ആൻഡ് അതർ ബൈ ദ കോപ്പ്. അപ്പോൾ ഒരു പാറ്റേൺ പിന്നെ ഡ്രാഗ് എന്ന് പറയുന്ന ബോക്സിലും മറ്റേത് കോപ്പ് എന്ന് പറയുന്ന ബോക്സിലും, അതായത് താഴെ ഒരു പെട്ടി മുകളിലൊരു പെട്ടി ഉണ്ടാവും. ആ രണ്ട് ബോക്സിലുമായിട്ടായിരിക്കും ഈ പിന്നെ പാറ്റേൺ വെച്ചിട്ട് മോൾഡ് ഉണ്ടാക്കുക. For more complex casting, the pattern may be split in more than two pieces. വളരെ കോംപ്ലക്സ് ആയ പീസുകൾ കാസ്റ്റിംഗ് വേണ്ടി വരുന്ന സമയത്ത് രണ്ട് പീസിന് പകരം പീസ് മോർ ദാൻ രണ്ട് പാർട്ടിൽ കൂടുതൽ പീസുകൾ മൾട്ടി പീസുകളാക്കാറും ഉണ്ട്. മാച്ച് പ്ലേറ്റ് പാറ്റേൺ. These are used for mass production. These patterns find a great favor in machine molding. A match plate pattern is a split pattern having cope and drag portions mounted on opposite side of a plate, usually metallic, called match plate, that conforms to contour the parting surface. The gate and runners are also mounted on the match plate so that very little handwork is required. This result high productivity. അപ്പോൾ ഇവിടെ ഒരു മാച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് ഉണ്ടായിരിക്കും. ആ പ്ലേറ്റിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് ഓരോ നമ്മൾ ഈ ഇതിൻ്റെ മുന്നേ കാണിച്ച ഈ ടു പീസ് പാറ്റേണിൻ്റെ മുകളിലുള്ള ഭാഗം അടിഭാഗം എന്ന പോലെ രണ്ട് പീസ് മാച്ച് പ്ലേറ്റിൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തുമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു പാറ്റേണിനെ നമ്മൾ മാച്ച് പ്ലേറ്റ് എന്ന് പറയും. ഇത് സാധാരണയായിട്ട് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. മെഷീൻ മോൾഡിങ്ങിലാണ് അത് ഉപയോഗിക്കുക. അതുകൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഈ പാറ്റേണിൽ തന്നെ റണ്ണറും റൈസറും അതേമാതിരിയുള്ള ഗേറ്റിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഈ മാച്ച് പാറ്റേണിൽ തന്നെ ഇൻബിൽട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് ഓപ്പറേഷൻസ് മാനുവൽ വർക്ക് വളരെ കുറച്ച് വേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു പാറ്റേണാണ് ഇത്. ഹൈ പ്രൊഡക്ടിവിറ്റി തരുന്ന ഒരു പാറ്റേൺ കൂടിയാണത്. കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. അപ്പോൾ വെരി ലാർജ് കാസ്റ്റിങ്സ് ആർ ടു ബി മെയ്ഡ്. ദ കംപ്ലീറ്റ് പാറ്റേൺ കംസ് ടു ഹെവി to be handled by a single operator. Such pattern made in two parts which are separately molded in different molding boxes. After completion of the mold, the two boxes are assembled to form complete cavity. It is similar to two-piece pattern. ഏകദേശം ടു പീസ് പാറ്റേൺ പോലെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു പിന്നെ കാസ്റ്റിംഗ് നമുക്ക് ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് ഒറ്റയ്ക്കൊരു ഒരാൾക്ക് ഒരു മോൾഡ് ചെയ്യുന്ന ഒരു മോൾഡർക്ക് ഒറ്റയ്ക്ക് ഒരു ഓപ്പറേറ്റർക്ക് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഈ മോൾഡ് രണ്ട് പീസാക്കിയിട്ട് ചെയ്യും. എന്നിട്ട് അടിഭാഗത്തെ മോൾഡ് ബോക്സിനെ നമ്മൾ ഡ്രാഗെന്നും മുകൾ ഭാഗത്തെ മോൾഡ് ബോക്സിനെ കോപ്പ് എന്നാണ് അറിയാലോ. അപ്പോൾ അതിൽ താഴെ ഡ്രാഗിലും കോപ്പിലുമായി രണ്ട് പീസ് ഫിക്സ് ചെയ്ത്
കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. അപ്പോൾ നമ്മൾ ഇതിൽ മുന്നേ പറഞ്ഞു, when large castings are to be made, the complete pattern become too heavy to be handled by a single operator. Such pattern is made in two parts which are separately molded in different molding boxes. After completion of the mold, the two boxes are assembled to form the complete cavity. It is similar to two-piece pattern. അപ്പോൾ ഇവിടെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പാറ്റേണും വലുതും ഹെവിയുമായിരിക്കും. അപ്പോൾ ഒരു ഓപ്പറേറ്റർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കാനും ആ ഒരു പാറ്റേൺ ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യിച്ചാൽ ഈ പാറ്റേണെ 2 പീസാക്കിയിട്ട് ഒരു പീസ് മോൾഡ് ബോക്സിൻ്റെ താഴെയുള്ള ബോക്സിലും മോൾഡ് മുകളിലുള്ള ബോക്സ് താഴെയുള്ള ബോക്സിനെ ഡ്രാഗ് എന്നും മുകളിലുള്ള ബോക്സിനെ കോപ്പ് എന്നും പറയും. അങ്ങനെ 2 ബോക്സിലായിട്ട് ഈ വർക്കുകൾ 2ആയിട്ട് ചെയ്യുകയും എന്നിട്ട് കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് 2 കൂടി അസംബിൾ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള തരത്തിലുള്ള പാറ്റേണുകളെ കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ എന്ന് പറയും. അപ്പോൾ ഹെവി ആയിട്ടുള്ള വർക്കുകൾ വരികയും അതേപോലെ അത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റർക്ക് ഈസി ആയിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പാറ്റേണാണ് കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. അടുത്തത് ലൂസ് പീസ് പാറ്റേൺ. Some patterns, usually straight piece, are made to have loose pieces in order to enable their easy withdrawal from the mold. These pieces form the integral part of the pattern during molding. After the mold is completed, the pattern is withdrawn, leaving the piece in sand, which are later withdrawn separately through the cavity formed by the pattern. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ച പോലെ സൈഡിലേക്ക് 2 ഭാഗം തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. അത്തരത്തിലൊരു പാറ്റേൺ നമ്മളൊരു സോളിഡ് പാറ്റേൺ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, നമുക്ക് മുകളിലേക്ക് നമ്മൾ ആ ഒരു പാറ്റേൺ റിമൂവ് ചെയ്യുന്ന സമയത്ത് മോൾഡ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ 2 ആ ഉള്ളിലേക്ക് വരുന്ന ഭാഗം ലൂസ് പീസായിട്ട് ഉണ്ടാക്കുകയും ആദ്യം മെയിനായിട്ടുള്ള ഭാഗം ആ ഒരു ഫ്ലാസ്ക് പോലെ ഉള്ള റൗണ്ടായ ഭാഗം എടുക്കുകയും പിന്നീട് ആ ഉള്ളിൽ കയറി നിൽക്കുന്ന 2 പീസുകൾ നമ്മൾ ലൂസ് പീസ് പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മോൾഡിൽ ഉള്ളിലേക്ക് വരുന്ന പോലെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ലൂസ് പീസ് പാറ്റേൺ ഉപയോഗിക്കും. അത് പിന്നെ മെയിനായിട്ടുള്ള ഭാഗം എടുത്തതിന് ശേഷം ലൂസ് പീസ് എടുത്തിട്ടാണ് നമ്മൾ സാധാരണ മോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു ടൈപ്പ് പാറ്റേൺ ആണ് ഗേറ്റഡ് പാറ്റേൺ. ദേ ആർ യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ. For such casting, multi-cavity molds are prepared. That is, a single sand mold carries a number of cavity patterns, and these castings are connected to each other by means of gate formers, which provides suitable channel or gates in sand for molding time somewhat. Because of their higher cost, these patterns are used for producing small casting in mass production system and on molding machines. ഇത് നമ്മൾ പറയുന്നത് സൈഡിൽ കാണിച്ചിരിക്കുന്ന നമ്മൾ 2 വശത്തുമായിട്ട് 8 ചെറിയ റൗണ്ടുകൾ പോലെ. അപ്പോൾ ആ 8 റൗണ്ടുകൾ 8 ഓബ്ജക്റ്റുകളാണ്. അപ്പോൾ 8 സിംഗിൾ പീസ് ചെയ്യുന്നതിന് പകരം 8 പീസ് കൂടെ ഒരുമിച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാറ്റേണാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 8 പീസിലേക്കും മെറ്റൽ പോകാൻ വേണ്ടി പ്രത്യേകം റണ്ണറുകളും ഗേറ്റുകളും പ്രൊവൈഡ് ചെയ്യുകയും 8 പീസ് ഒരുമിച്ച് നമുക്ക് കാസ്റ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് സാധാരണയായിട്ട് മാസ് പ്രൊഡക്ഷനിലാണ് നമ്മൾ ചെയ്യുക. മാസ് പ്രൊഡക്ഷനിലും അതേമാതിരി മെഷീൻ മോൾഡിങ്ങിലൊക്കെയാണ് നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള പാറ്റേൺ ഉപയോഗിക്കുക. അപ്പോൾ പ്രത്യേകമായ ഗേറ്റുകളും റണ്ണറുകളും ഉപയോഗിച്ചുകൊണ്ട് ചെറിയ
ഓബ്ജക്റ്റുകൾ നമ്പർ ഓഫ് പീസുകൾ ഒരുപാട് എണ്ണം ഒരുമിച്ച് കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ നമ്മൾ ഗേറ്റഡ് പാറ്റേൺ എന്ന് പറയും. അടുത്ത ഒരു പാറ്റേൺ ആണ് സ്വീപ്പ് പാറ്റേൺ. സ്വീപ്പ് ക്യാൻ ബി advantageously used for preparing mold of large symmetrical casting. This affect a large saving in time, labor and material. A sweep is a section or board of proper contour that is rotated about one edge to the shape mold cavities having shape of rotational symmetry. This type of pattern is used when a casting of large size is to be produced in short time. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സ്വീപ്പ് എന്ന് പറയുന്ന ഭാഗമുള്ള ഒരു ഭാഗം ശ്രദ്ധിക്കാം. ആ ഭാഗം ഒരു സെൻറ്ററിൽ ഒരു റോഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് നമ്മളൊരു മോൾഡ് ഓൾറെഡി ഒരു മോൾഡിൻ്റെ ഏകദേശം ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഷേപ്പ് ഉണ്ടാക്കിയ മോൾഡിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റോഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ റോഡിലാണ് സ്വീപ്പ് ഉള്ളത്. ഈ സ്വീപ്പ് റോഡിൽ ചുറ്റും, റോഡിനെ 360 ഡിഗ്രിയിൽ ചുറ്റുമ്പോൾ എന്ത് കിട്ടും, എന്താണോ ഷേപ്പ് ആ ഷേപ്പ് റൗണ്ട് ഷേപ്പ് കിട്ടും. എന്താ ഇതുകൊണ്ടുള്ള ഗുണം, ഈ ഒരു സ്വീപ്പ് എന്ന് പറയുന്ന കട്ടി കൂടിയ ബോർഡ് കൊണ്ടോ ഇല്ലെങ്കിൽ മെറ്റൽ ഷീറ്റ് കൊണ്ടോ വുഡൻ പീസ് കൊണ്ടോ ഉണ്ടാക്കിയ സ്വീപ്പിൻ്റെ ഷേപ്പ് ഉണ്ടായാൽ മതി. ആ ഷേപ്പ് ചുറ്റിയെടുത്താൽ നമുക്ക് ആ ഒരു സർക്കുലറായ ഒരു ഓബ്ജക്റ്റ് കിട്ടും. പക്ഷേ ഇതിൽ ഒരു അപാകത എന്താ വെച്ചാൽ സിമെട്രിക്കലായ ഒരു ഓബ്ജക്റ്റ് മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൂടാതെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓബ്ജക്റ്റുകൾ, റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഷേപ്പുള്ള ഓബ്ജക്റ്റുകൾ മാത്രമേ സ്വീപ്പ് പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് എല്ലാ തവണയും ചോദിക്കാനുള്ള മെയിൻ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് സ്വീപ്പ് മോൾഡിങ്. അടുത്ത ഒരു പാറ്റേൺ ആണ് സ്കെൽട്ടൺ പാറ്റേൺ. ഫോർ ലാർജ് കാസ്റ്റിംഗ് ഹാവിംഗ് സിമ്പിൾ ജോമെട്രിക്കൽ ഷേപ്സ്, സ്കെൽട്ടൺ പാറ്റേൺസ് ആർ യൂസ്ഡ്. ജസ്റ്റ് ലൈക്ക് സ്വീപ്പ് പാറ്റേൺ, these are simple wooden frames that outline of the shape of the part to be cast and are also used as guide by the molder in hand shaping of the mold. The type of pattern is also used in pit or floor molding process. പിറ്റ് മോൾഡ് അല്ലെങ്കിൽ ഫ്ലോർ മോൾഡിങ്ങിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് സ്കെൽട്ടൺ പാറ്റേൺ. അപ്പോൾ നമുക്ക് ഒരു ഒറിജിനൽ പാറ്റേണിൻ്റെ ഒരു പൂർണ്ണമായ രൂപം ഉണ്ടാവില്ല, അതിൻ്റെ ഒരു സ്കെൽട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. എങ്കിലും ഫിനിഷിങ് കിട്ടാൻ വേണ്ടി മോൾഡിങ്ങിൽ നമുക്ക് കുറേ ഹാൻഡ് വർക്ക് കൂടെ നമുക്ക് ആവശ്യമുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പാറ്റേൺ മേക്കിംഗ് എളുപ്പമാണ്, പിന്നെ വർക്ക് ഈ പാറ്റേൺ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, പാറ്റേണിൻ്റെ കോസ്റ്റ് കുറവായത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. സാധാരണയായിട്ട് വലിയ ഹെവി ആയിട്ടുള്ള കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പാറ്റേൺ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത്.